സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് ഓണക്കാലത്ത് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെറ്റായ ധനവിനിയോഗം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ്. ഗവർണറുടെ ഹിന്ദുത്വ അജണ്ടകൾക്ക് UDF സർക്കാർ കീഴടങ്ങിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾക്ക് കൊണ്ടുന്ന വിലയാണ്. സാധാരണ ഓണക്കാലമാകുമ്പോൾ ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. ശരിയായ ധനവിനിയോഗത്തിലൂടെ കേരളത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച മുൻ സർക്കാർ സംസ്ഥാനത്തെ കടക്കണിയിലാക്കുകയാണെന്ന് വിമർശിച്ചവർ ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ കടമെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പഴയ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ഓർമ്മിച്ചാൽ LDF സർക്കാരിനെതിരെ വലിയ തോതിൽ കടം വാങ്ങുന്നതിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കടം വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് UDFും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആരോപിച്ചിരുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് കടം വാങ്ങുന്നതിനിടയാക്കുന്നത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ കടം ഇങ്ങനെ സ്വീകരിച്ചത് അതേ കാരണങ്ങൾ കൊണ്ടാണോ? ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സമാന്തര ഭരണം നടത്തുമ്പോൾ സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി ഇത് ഒറ്റപ്പെട്ടതല്ല. ഇവിടെ ഞാൻ അറിഞ്ഞ കാര്യം ഇന്നലെ PSCയുടെ സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തിയെന്നാണ്. ഭരണഘടന ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ഗൗരവപൂർണമായ നടപടിയോ പ്രതികരണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കാലടി സർവകലാശാല VC സിസ തോമസ് വിദ്യാർത്ഥികൾക്കെതിരെ കള്ളക്കേസെടുത്ത് സർക്കാർ കാവ്യവൽക്കരണ അജണ്ടയ്ക്ക് ഒത്താശ ചെയ്യുന്നു. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPMലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരമെന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.